എല്ലാവർക്കും വോളിയം ട്രേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 12/8/2024 തിങ്കളാഴ്ച. ഇന്ന് ശരിക്കും എല്ലാവരും നല്ലൊരു ഫാൾ ആണ് എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്. നോക്കൂ, കാരണം ശനിയാഴ്ച വൈകുന്നേരം ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ടിനെ കുറിച്ച് സൂചനകൾ വരുന്നു, രാത്രി റിപ്പോർട്ട് വരുന്നു. എല്ലാവരും നല്ലൊരു ഫാൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. ഞായറാഴ്ച ഗവൺമെൻറ് ഭാഗത്തും സെബിയുടെ ഭാഗത്തും കുറച്ച് റിപ്പോർട്ടുകളും മറ്റും വരുന്നു. സോ എല്ലാവരും നന്നായിട്ട് കൺഫ്യൂസ്ഡ് ആവുന്നു. താഴോട്ട് പോകും മുകളിലേക്ക് ഒരു എന്താണ് വിശ്വസിക്കാതിരിക്കേണ്ടയോ എന്ന അത്യാവശ്യം നല്ല കൺഫ്യൂസ്ഡ് ആവുന്നു. കൺഫ്യൂസ്ഡ് ആയ ശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ നിൽക്കുന്ന സമയത്ത് ഇന്ന് രാവിലെ ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് കുറച്ച് മുൻപാണ് സെബിയുടെ ഹിൻഡൻബർഗിൻ്റെ ഭാഗത്ത് നിന്ന് വീണ്ടും റിപ്പോർട്ട് വരുന്നത്. സോ നല്ലൊരു ശതമാനം റീറ്റെയിലേഴ്സും എന്ത് പ്രതീക്ഷിച്ചിട്ടുണ്ടോ, നല്ലൊരു ഫാൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ. ഇന്നൊരു ദിവസം കൊണ്ട് നമ്മളെല്ലാ കടങ്ങളും തീർത്ത് ലക്ഷപ്രഭു ആവാമെന്ന് എക്സ്പെക്റ്റ് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അവരെന്ത് ചെയ്തു, എല്ലാവരും ഈ കാണുന്ന ലെവൽ ചെറിയ ഗ്യാപ്പ് ഡൗൺ വന്നു, നല്ലൊരു ഫാൾ കാണിച്ചു. ദെൻ മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് പുൾ ബാക്ക് തന്നു. പുൾ ബാക്കിന് ശേഷം ഈ ഒരു ഭാഗത്ത് നിന്ന് ഷോർട്ട് ചെയ്തു. അതായത് 50,355 ടു 50,160 ആ ലെവലിലേക്ക് ഷോർട്ട് ചെയ്തു. ഞാൻ ഇവിടെ ഷോർട്ട് ചെയ്താലും ഞാൻ ഇവിടെ ഷോർട്ട് ചെയ്യുന്നു. ഈ ഒരു ഭാഗത്ത് നിന്ന് എനിക്ക് ശേഷം ഒരു 65 പോയിൻറ്റോളം ക്യാച്ച് ചെയ്യാൻ സാധിച്ചു. നല്ലൊരു മൂവ്മെൻ്റ് ആയിരുന്നു ഈ ഒരു ഭാഗത്ത് നിന്ന്. നല്ല അത്യാവശ്യം മാർക്കറ്റിന് നല്ല ഒരു കിട്ടി, സെൽ ഓർഡേഴ്സുകൾ കിട്ടി. മാർക്കറ്റിന് സെൽ ഓർഡേഴ്സുകൾ കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ബൈ ചെയ്യും. കാരണം നമുക്ക് മാർക്കറ്റ് എല്ലായ്പ്പോഴും റീറ്റെയിലേഴ്സിനെ ട്രാപ്പ് ചെയ്ത ശേഷം മാത്രമേ മാർക്കറ്റ് മൂവ് ചെയ്യാൻ കഴിയുള്ളൂ. എല്ലാവർക്കും മാർക്കറ്റ് മൂവ് ചെയ്യില്ല എന്നുള്ള സത്യം എല്ലാവരും മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിന് ഇന്ന് ഒരിക്കലും മാർക്കറ്റ് എന്ത് ചെയ്യില്ല, ഇപ്പോൾ നാളെ ഫാൾ ഉണ്ടാവട്ടോ എന്ന് പറഞ്ഞിട്ട് ന്യൂസ് വരികയോ മറ്റു കാര്യങ്ങളോ ശേഷം ഫാൾ വരില്ല. ചിലപ്പോൾ ചെറുതായിട്ടൊരു ഫാൾ കാണിച്ച് നമ്മളെ അട്രാക്റ്റ് ചെയ്യും എല്ലാവരും, അല്ലെങ്കിൽ ഒരു ചെറിയ മൂവ്മെൻറ്റ് കാണിച്ച് നമ്മുടെ റീറ്റെയിലേഴ്സിന് എന്ത് ചെയ്യും, ആ സൈഡിലേക്ക് നിങ്ങളെ പൊസിഷൻസ് എടുത്തോളൂ എന്ന് പറഞ്ഞ് നമ്മളെ കാണിക്കും, നമ്മളെ പറ്റിക്കാൻ നോക്കും. അപ്പോൾ എന്ത് ചെയ്യും, അതിൽ നല്ലൊരു റീറ്റെയിലേഴ്സും അതിൽ ചാടിക്കയറി എൻട്രി എടുക്കും. ആ എൻട്രി എടുത്ത് എല്ലാവരെയും സ്റ്റോപ്പ് ലോസും മറ്റും കൊണ്ടുപോയി എന്ന് നമുക്ക് നന്നായിട്ടൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് കാണിച്ചിട്ടുണ്ടെന്ന്. സോ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് ന്യൂസ് വരുമ്പോഴും മറ്റു കാരണം വരുമ്പോഴും അതിൽ ചാടിക്കയറി എടുക്കരുത് എന്നുള്ളതാണ്. ഓക്കെ, എനിവേ നമുക്ക് നാളത്തെ മൂമെൻറ്റ്സുകളൊന്ന് എങ്ങനെയൊന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇവിടെയും ഈ ഒരു ഭാഗത്തും ഈ ഒരു ഭാഗത്ത്, അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത്, രണ്ട് ഭാഗത്തും നല്ല ഫെയർ വാല്യൂ ഗ്യാപ്സുകളുണ്ട്. അതുകൊണ്ട് മാർക്കറ്റ് ആ ഭാഗത്ത് വന്ന് പോകാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. അപ്പോൾ മാർക്കറ്റ് നമുക്ക് നല്ലൊരു ഈ ഒരു ഭാഗത്താണ് ആര് കയറിയിട്ടുള്ളത്, നമ്മുടെ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ഓപ്പറേറ്റേഴ്സ് അവിടെ എൻട്രി എടുത്തിട്ടുള്ളത്. മീൻസ് അവർ ബൈ ചെയ്തിട്ടുള്ളത്. സോ അവർക്ക് അവർ കയ്യിലുള്ളത് സെല്ല് ചെയ്യണം. അപ്പോൾ സെല്ല് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, മേ ബി ഈ ഒരു ലെവലിൽ നിന്ന് നാളെ ഗ്യാപ്പ് അപ്പാണ് കാണിക്കണമെങ്കിൽ, ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് അപ്പാണ് കാണിക്കണമെങ്കിൽ താഴത്തോട്ട് നല്ലൊരു ഫാൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റ് അല്ല ഈ ഒരു ഭാഗത്ത് ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ എന്തായാലും ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വന്ന് തിരിച്ച് മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി വരും ദിവസങ്ങളിൽ കുറച്ച് കൺഫ്യൂസിങ് ആവാനുള്ള ഒരു ചാൻസ്. കാരണം മാർക്കറ്റ് ഇപ്പോഴും ആ റേഞ്ചിൻ്റെ അകത്തുനിന്ന് പുറത്തു പോയിട്ടില്ല. ഇസ്രായേൽ യുദ്ധം പോലുള്ള കാര്യങ്ങൾ നമ്മുടെ ഒരു മാർക്കറ്റ് ചെറുതായിട്ട് ബാധിക്കാനുള്ളൊരു ചാൻസും കാണുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് ആ റേഞ്ചിന് പുറത്തേക്ക് പോയിട്ട് മാത്രം നമുക്ക് പ്രോപ്പറായിട്ടുള്ള രണ്ടിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ് ഏറ്റവും ബെറ്റർ. സ്റ്റോക്സിലൊക്കെ നോക്കുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ ആ റേഞ്ചിൽ പുറത്ത് പോകുന്നിട്ട് നോക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. എനിവേ എല്ലാവർക്കും നാളെ നല്ലൊരു ദിവസമാവട്ടെ. താങ്ക് യു.